ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ലവ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയൻ നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇരവിൽ ഒരിത്തിരി നേരമേ കിട്ടിയുള്ളൊരു മാത്ര കണ്ണനൊന്നോടി വന്നു. രാധയെ നീലവിരിമാറിലെങ്ങലോടൊന്നണച്ചു. ഒരു ചുംബനം മാത്രമേകി എൻ രാധികെ പിരിയുന്നു ഞാൻ എന്നു മാത്രമോതി ഇരുളിൽ മറഞ്ഞു. നിലാവ് മാഞ്ഞു. വിണ്ണിൽ ഇടിവെട്ടിയെല്ലാം കരിഞ്ഞണഞ്ഞു. ഇത് സുഗതകുമാരി ടീച്ചറുടെ രാധ എവിടെ എന്ന കവിതയാണ്. മധുരയിലേക്ക് പോയ കണ്ണനെ ഓർത്തിരിക്കുന്ന വിരഹാർദ്രയായ രാധയുടെ വേദനയാണ് ഈ കവിതയിൽ മുഴുവനുമുള്ളത്. എന്താണ്, പ്രിയൻ എന്നും വിരഹത്തെ വിടാൻ തീരുമാനിച്ചിട്ടില്ലേ എന്ന് കരുതുന്നുണ്ടാവും നിങ്ങളല്ലേ? തീർച്ചയായിട്ടുമില്ല. ഇന്ന് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെ ഓർക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് കൃഷ്ണൻ ചെറിയ ചെറിയ നുണകളും ചെറിയ ചെറിയ കള്ളത്തരങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്രണയത്തിൽ, പ്രത്യേകിച്ച് രാധയോടുള്ള പ്രണയത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്സും. പ്രിയനും സംസാരിക്കുന്നത് പ്രണയത്തിലെ അത്തരം ചെറിയ നുണകളെക്കുറിച്ചാണ്. കാത്തിരിക്കുക. എന്തായാലും ഇപ്പോൾ അടുത്ത ഗാനം എത്തുകയാണ്. ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ നിങ്ങളുടെ കൂടെ ഞാൻ പ്രിയൻ. Once again, welcome back to Club FM Love Bites-മായി ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളുടെ അരികിലുണ്ട്. നമ്മൾ തുടക്കത്തിന് വേണ്ടി ഒന്ന് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കൃഷ്ണന്റെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളെക്കുറിച്ച്, കുസൃതികളെക്കുറിച്ച്. പലപ്പോഴും രാധയ്ക്ക് അറിയാമായിരുന്നു കൃഷ്ണൻ പറയുന്നത് തന്നെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന്. അവരത് പരസ്പരം എൻജോയ് ചെയ്തിരുന്നു. അതൊക്കെ തന്നെയാണ് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തിന്റെ ഏറ്റവും നൈർമല്യവും ഏറ്റവും നിഷ്കളങ്കവുമായ ഭാഗമായി നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലേ? നമ്മൾ പ്രണയത്തിലുണ്ടായിട്ടുള്ള അത്തരം ചെറിയ ചെറിയ നുണകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു റിലേഷനിൽ ചിലപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ നുണകളൊക്കെ നമ്മൾ പറയേണ്ടി വരാറുണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾ വിഷമിക്കരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയായിരിക്കും പലപ്പോഴും നമ്മളിത് പറയുന്നത്. പ്രണയത്തിൽ പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറാറുണ്ട്, അല്ലേ? എന്നോട് അന്നാലും നുണ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത. സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇപ്പോഴെത്തുന്നു നിങ്ങൾക്കായി അടുത്ത ഗാനം. നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ പ്രിയൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, പ്രണയത്തിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് ആക്സെപ്റ്റബിൾ ആണോ എന്നായിരുന്നു, അല്ലേ? നമ്മളോടൊപ്പം ആദ്യത്തെ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം, ശബരിയെ. ഹായ് ശബരി, നമസ്കാരം. ഹലോ. ഹായ് ശബരി, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ഓ, +2 കഴിഞ്ഞ ഡിഗ്രിക്ക്. ഓക്കെ. പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് ശരി. ദാ വന്നു, ദേ പോയി, അല്ലേ? ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതേ ശബരി, ഈ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ പറയാറുണ്ട്, അല്ലേ? ശബരിയും പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ പറയുന്നത് നല്ലതാണോ, ആക്സെപ്റ്റബിൾ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരി. അപ്പൊ ശബരി പറഞ്ഞിട്ടുമുണ്ട്, അല്ലേ? അപ്പൊ ആക്സെപ്റ്റബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ പറഞ്ഞത്? വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രണയിനി വേദനിക്കും എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്, അല്ലേ? ഓക്കെ. എന്തായാലും ഇപ്പൊ ആ പ്രണയിനി കൂടെ ഇല്ലല്ലോ. ഇതൊക്കെ കൊണ്ടാണ് പ്രണയിനി ഇപ്പൊ കൂടെ ഇല്ലാത്തത്, അല്ലേ? ശരി. ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പ്രിയൻ കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ഗാനം കേൾക്കാം ലവ് ബൈറ്റ്സിൽ. ഇത് ക്ലബ് FM ലവ് ബൈറ്റ്സിന്റെ സമയം. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്. നമ്മൾ ചെറിയ ചെറിയ നുണകൾ, റിലേഷനിലുണ്ടാവുന്ന, പ്രണയബന്ധങ്ങളിലുണ്ടാവുന്ന ചെറിയ ചെറിയ നുണകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പരിധി വരെയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു. അത് ഒരു പരിധി വിടാൻ പാടില്ല എന്നും അതിനകത്തൊരു താക്കീതുണ്ട്. അല്ലെങ്കിൽ നാളെ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ ഞാൻ പറഞ്ഞത് നുണയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയാണെന്ന് പറയുന്നു. തീരെയും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൂടുതലും ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ? ഒരു വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് റിലേഷനിൽ. ഒരാൾ എന്നോട് നുണ പറയുന്നു എങ്കിൽ ആ നുണയുടെ കാരണം എന്താണ് എന്ന് അറിയുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഒരു താക്കീത്, അല്ലെങ്കിൽ ഇനി മേലാൽ അങ്ങനെ പറയരുത് എന്ന് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച പരസ്പരം ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ നിലനിൽക്കുമെന്ന് തോന്നുന്നു. ഇനി അതല്ല, മറിച്ച് വീണ്ടും വീണ്ടും കള്ളത്തരം പറയുന്ന ഒരവസ്ഥയാണ് എങ്കിൽ
യു നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ റിലേഷൻ അല്ലേ? അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെടുക്കണം എന്നുള്ളത് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. എന്തായാലും ഇപ്പോൾ വിട പറയാൻ സമയമാവുകയാണ് പ്രിയന്. വീണ്ടും നമുക്ക് ഒന്നിക്കാം ഇതുപോലെ ലവ് ബൈറ്റ്സുമായി. പ്രിയൻ സീസ് ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.